എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളത് ബാക്കി കേൾക്കുക. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തതിന് ശേഷം ഞാൻ ആ നിയമവശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് പുറകിൽ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാനിടയായി. ആ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് ദിവസങ്ങൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഡീറ്റെയിൽസോ കേസിൻ്റെ കാര്യങ്ങളോ ഒന്നും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ധാരണകളില്ലായിരുന്നു. എന്നാൽ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തിയതിന് ശേഷമായി എൻ്റെ ഈ ആക്സിഡൻ്റ് അറിഞ്ഞ് ഒത്തിരി പല വക്കീലന്മാർ എൻ്റെ വീട്ടിൽ വരാനിടയായി. പലരും വന്നുപോയി. ഞാൻ അപ്പോഴൊക്കെ കേസിൻ്റെ കാര്യം എനിക്കിപ്പോൾ അത് നോക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ തുടർച്ചയായിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് പരിചയത്തിലുള്ളൊരു വ്യക്തി ഒരു വക്കീലിനെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ വ്യക്തികളെ, എനിക്കറിയാവുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഞാൻ അവരെ വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിക്കാതെ ഞാൻ അവർക്ക് ആ വക്കാലത്തിൽ ഒപ്പിട്ട് കൊടുക്കാനിടയായി. അവരെന്നോട് നേരത്തെ തന്നെ വക്കീലിൻ്റെ ഫീസോ കാര്യങ്ങളോ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ഞങ്ങൾക്ക് ഫീസ് തന്നാൽ മതി, ഞങ്ങൾ ഏറ്റവും നല്ല ഒരു നഷ്ടപരിഹാരം നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്നൊക്കെ എനിക്ക് മോഹന വാഗ്ദാനം തന്നു. അപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരു സമയമാണ്. എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല, കട്ടിലിൽ കിടക്കുന്ന സമയത്താണ്. അപ്പോൾ അവരുടെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ആ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് സൈൻ ചെയ്ത് കൊടുക്കാനിടയായി. എന്നാൽ അന്ന് ആ സമയത്ത് ഇവർ എത്ര രൂപയാണ് ഇവർ വാങ്ങിക്കുന്നതെന്നോ എത്ര രൂപ ഇവർക്ക് വേണമെന്നോ ഉള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഇടയായില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കായിരുന്നു, എൻ്റെ അജ്ഞതയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ നിങ്ങൾക്കിടുന്നത്. ആരെങ്കിലും ഇങ്ങനെയൊരു സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഒരിക്കലും എനിക്ക് പോലെ നിങ്ങൾക്കൊരിക്കലും പറ്റരുത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. അതിനുശേഷം കേസുകൾ നടന്നു. കുറച്ച് വർഷങ്ങൾ അതിൻ്റെ പുറകിൽ പോയി. അങ്ങനെ എമൗണ്ട് എനിക്കുള്ള നഷ്ടപരിഹാരം ബാങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോഴാണ് അവർ ഫീസിനെ കുറിച്ച് പറയുന്നത്. അവർ പറയുന്നത് 25% ഫീസ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഓർക്കണം, ഒരു ഏകദേശം എനിക്ക് 90,000 രൂപയോളമാണ് എനിക്ക് നഷ്ടപരിഹാരമായി കിട്ടിയത്. ആ നഷ്ടപരിഹാരം കിട്ടിയതിന് ശേഷം 25% അവർക്ക് വക്കീൽ ഫീസായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എത്ര വലിയൊരു എമൗണ്ട് അവർ വാങ്ങിയെന്ന് ഓർക്കണം. പക്ഷേ അപ്പോഴും ഞാൻ ആ വ്യക്തികളെ വിശ്വസിച്ചതുകൊണ്ട്, എനിക്ക് അറിവില്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാനൊരു 25,000-ന് മുകളിൽ ഞാൻ പൈസ അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നും, അങ്ങനെയല്ല, ഇതിന് നമ്മൾ നേരത്തെ ഫീസ് ഓൾറെഡി ചോദിക്കേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ പലതവണ കേസിന് ഹാജരായി, അങ്ങനെ ചെയ്തു, ഇവിടെ പേപ്പർ ഫയൽ ചെയ്തു, അവിടെ പേപ്പർ ഫയൽ ചെയ്തു, പലതവണ ഞങ്ങൾ നീട്ടിവെച്ചു, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരൊരു ഹ്യൂജ് എമൗണ്ട് അവർ വാങ്ങിയത്. ഞങ്ങളുടെ ഫീസ് അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. ഒരിക്കലും നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ, നമുക്ക് കിട്ടുന്ന നഷ്ടപരിഹാരത്തിൻ്റെ ഇത്ര ശതമാനം, 25%, 20%, 10% എന്നും കണക്കാക്കി ഒരിക്കലും ഫീസ് ചോദിക്കാൻ പറ്റില്ല. അത് ഇന്ത്യയിലെ നിയമത്തിന് വിരുദ്ധമാണ്. അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബാർ കൗൺസിലും അല്ലാതെയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള എല്ലാ സാവകാശങ്ങളും ഇന്ത്യൻ നിയമം നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അതിലേക്കൊന്ന് വാഹനാപകട കേസുകളിൽ അഭിഭാഷകർക്ക് ഈടാക്കാവുന്ന ഫീസിന് കേരളത്തിൽ ഒരു നിശ്ചിത ശതമാനം നിയമപരമായി ഇതുവരെ നിർണയിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നഷ്ടപരിഹാര തുകയുടെ ഒരു നിശ്ചിത ശതമാനം ഫീസായി ഈടാക്കുന്നത് ഇന്ത്യൻ ബാർ കൗൺസിലിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഇത്തരത്തിൽ ഫീസ് ഈടാക്കുന്നത് അഭിഭാഷകരുടെ തൊഴിൽപരമായ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമായി കണക്കാക്കപ്പെടുന്നു. വാസ്തവത്തിൽ വാഹനാപകട കേസുകളിലെ അഭിഭാഷകരുടെ ഫീസ് നിർണ്ണയിക്കുന്നത് അഡ്വക്കേറ്റ്സ് ഫീ റൂൾസ് അനുസരിച്ചാണ്. ഇതനുസരിച്ച് കേസിൻ്റെ മൂല്യം, നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്ന തുക, അതിനനുസരിച്ച് ഒരു നിശ്ചിത ഘടനയിലാണ് ഫീസ് കണക്കാക്കുന്നത്. ഫീസ് കണക്കാക്കുന്ന രീതിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം.
അഭിഭാഷകരുടെ ഫീസ് സാധാരണയായി കേസിൻ്റെ ഓരോ ഘട്ടത്തിലും ചെയ്യുന്ന പ്രവൃത്തികൾക്കും കേസിൻ്റെ മൂല്യത്തിനും ആനുപാതികമായിട്ടായിരിക്കും. കേരളത്തിലെ നിയമം അനുസരിച്ച് ഫീസ് ഘടന പൊതുവെ താഴെ ഞാൻ കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരാം. കേസിൻ്റെ മൂല്യം അനുസരിച്ചുള്ള ഫീസ്: ഒന്നാമത്, നഷ്ടപരിഹാര തുകയുടെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത തുകയാണ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരിക്കലും ശതമാനക്കണക്കിലല്ല. ഉദാഹരണത്തിന് 1,00,000 രൂപ വരെയുള്ള ക്ലെയിമിന് ഒരു നിശ്ചിത ഫീസും അതിന് മുകളിലുള്ള തുകയ്ക്ക് ഓരോ ലക്ഷത്തിനും നിശ്ചിത വർധനവും എന്ന രീതിയിലാണ് നമുക്കിത് കണക്കാക്കാൻ കഴിയുന്നത്. രണ്ടാമത്, കേസിൻ്റെ സ്വഭാവം. കേസിൻ്റെ സങ്കീർണത, ആവശ്യമായ സമയം, കോടതിയിൽ ഹാജരാകേണ്ട തവണകൾ എന്നിവയും ഫീസിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ്. പിന്നീടുള്ള കാര്യം, മൂന്നാമത്തത്, അഭിഭാഷകൻ്റെ പ്രവൃത്തി പരിചയം എന്നുള്ളതാണ്. സീനിയർ അഭിഭാഷകർക്ക് ജൂനിയർ അഭിഭാഷകരെക്കാൾ കൂടുതൽ ഫീസ് ഈടാക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള ഫീസ് ഈടാക്കലിനെ കുറിച്ചൊന്ന് പറയാം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, നഷ്ടപരിഹാര തുകയുടെ ഒരു ഭാഗം, ഉദാഹരണത്തിന് 10% അല്ലെങ്കിൽ 20% നൽകാമെന്നുള്ള കക്ഷിയും അഭിഭാഷകനും തമ്മിലുള്ള കരാറുകൾക്ക് ഒരിക്കലും ഒരു നിയമസാധുതയുമില്ല. ഇതിനെ കണ്ടിൻജൻസി ഫീ എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയിൽ നിയമവിരുദ്ധവുമാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഉയർന്ന ഫീസ് ഈടാക്കുന്ന അഭിഭാഷകർക്കെതിരെ നമുക്ക് ബാർ കൗൺസിലിൽ പരാതി കൊടുക്കാവുന്നതാണ്. അടുത്തിടെ നഷ്ടപരിഹാര തുകയുടെ വലിയൊരു ശതമാനം ഫീസായി ആവശ്യപ്പെട്ട അഭിഭാഷകൻ്റെ ലൈസൻസ് സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. അത്രയും വലിയൊരു കുറ്റമാണത്. അതുകൊണ്ട് അഭിഭാഷകരുടെ ലൈസൻസ് വരെ റദ്ദാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കേസ് കൊടുത്താൽ, ആരെങ്കിലും അങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അഭിഭാഷകന് എതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, വാഹനാപകട കേസുമായിട്ട് ഒരു അഭിഭാഷകനെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഫീസിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഫീസ് ഘടനയെക്കുറിച്ച് അഭിഭാഷകനുമായി മുൻകൂട്ടി സംസാരിച്ച് ധാരണയിൽ എത്തുന്നത് ഭാവിയിൽ പിന്നീടുണ്ടാകുന്ന സകല തർക്കങ്ങളും ഒഴിവാക്കാനായി നമ്മെ സഹായിക്കും. ഫീസ് രേഖാമൂലം ഉറപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഒരിക്കലും വാക്കാൽ നിങ്ങൾ ഒരിക്കലും പറയരുത്. അവർ പിന്നെ വാക്ക് മാറ്റും. നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇത്ര എമൗണ്ട് തരാമെന്നാണ് പറഞ്ഞു, ഇത്ര ശതമാനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് മാറ്റിക്കളയുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞുറപ്പിക്കാതെ ഇത് രേഖാമൂലം രണ്ടുപേരുടെയും കയ്യിൽ ആ രേഖാമൂലമുള്ള ഒരു ഉറപ്പിക്കൽ ഉണ്ടായിരിക്കണം. അത് പേപ്പറിൽ തന്നെ നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. അത് അവർ അംഗീകരിച്ചതാണെന്നുള്ളത് അവരുടെയും എന്താ പറയുക, അവരുടെ സീലോട് കൂടിയുള്ള സൈനോട് കൂടിയുള്ള ഒരു ഇതുണ്ടെങ്കിൽ, ഒരു രേഖയുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ വാഹനാപകട കേസുകളിൽ നഷ്ടപരിഹാരത്തിൻ്റെ നിശ്ചിത ശതമാനം അഭിഭാഷകന് ഫീസായി നൽകാൻ നിയമം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പകരം നിയമം അനുശാസിക്കുന്ന ഘടന അനുസരിച്ചുള്ള ഫീസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആരും ദയവായി വഞ്ചിക്കപ്പെടാതിരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.